സമാധാനവും സർവ്വനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് ഓ പ്രവണിതം, ഓ അദ്വനായി, ഓ കർത്താവ് എന്ന് പറയുകയാണ് ദൈവത്തെ നേരിട്ട് അഭിസംബോധന ചെയ്യുന്നത് പോലെ. മോശയോട് സംസാരിച്ച അതേ നാഥൻ, മോശയ്ക്ക് നിയമങ്ങൾ നൽകിയവൻ, രൂപാന്തരീകരണത്തിൻ്റെ മലയിൽ ക്രിസ്തു ഇതേ പ്രാഭവം പ്രകടമാക്കി. അന്ന് അവിടെ ഒരു ശബ്ദമുയർന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ എനിക്ക് പ്രസാദമുണ്ട് എന്ന്. വിരിച്ചു പിടിച്ച കരങ്ങളുമായി നാഥൻ നമ്മെ വീണ്ടെടുക്കാൻ വരികയാണ്, അജേയമായ കരങ്ങളാൽ. ജെറമ്യാ പ്രവാചകൻ ഇന്ന് ആഗതനാകുന്ന ഈ നാഥനെ വരച്ചിടുന്നുണ്ട്. പടകയറ്റങ്ങളിൽ ചാമ്പലായ തരിശായ പടുനിരങ്ങളിൽ നിന്ന് പൊട്ടി ഉയരുന്ന പുതുമുള പോലെ, നീതിയുടെ സമാധാനത്തിൻ്റെ പുതുമുള. ദൈവം നമ്മുടെ നീതി എന്നത് ഒരു ജീവിത പ്രമാണമായി മാറുകയാണിവിടെ. ദൈവത്തിൻ്റെ നീതി, സെദെക്കയ എന്നു പേരുള്ള ഒരു രാജാവ് ഒരു ദാവീദ് പുത്രൻ്റെ നാടുവാഴ്ചയുടെ ജീർണതകൾ കൊണ്ട് ദേശം തകർന്നിടിഞ്ഞു പോകുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് ഇത് സംഭവിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ഈജിപ്തിൽ നിന്ന് ഞങ്ങളെ പുറത്തു കൊണ്ടുവന്ന കർത്താവെന്നല്ല മേലിൽ ജനം ആർത്തു വിളിക്കാൻ പോകുന്നത്. ഇന്ന് ഇവിടെ ഈ നിമിഷം വരെ നമ്മെ വീണ്ടെടുക്കുന്ന കർത്താവ് എന്നാണ്. വിദൂരസ്ഥമായ അനുഭവങ്ങളല്ല, സജീവമായ വർത്തമാനമായ അനുഭവങ്ങളായിട്ടാണ് രക്ഷ വിടരുന്നത്. അത്ര സമീപസ്ഥമായ, സ്പർശിക്കാനാകുന്ന വിധം രക്ഷ നമ്മിലേക്ക് വന്നു കഴിഞ്ഞു. കർത്താവ് നമ്മെ സ്പർശിച്ചിരിക്കുന്നു. നീതിയും സമാധാനവും ഇനി അക്ഷയമായി വിടരും. ഇന്ന് സങ്കീർത്തനം 72 പറയുന്നത് പോലെ ദൈവം അഭൂതപൂർവമായ സാഹചര്യങ്ങൾ ഒരുക്കുന്നു. അതിനാൽ നമ്മുടെ ജീവിതശൈലിയും അതിനോടൊപ്പം നവീനമായി മാറണം. ഇന്നലെ യാക്കോബിൻ്റെയും മോശയുടെയും ബാലാമിൻ്റെയും അനുഗ്രഹങ്ങൾ ചേർത്ത് വെച്ച് നാം വായിച്ചതുപോലെ അവിടുന്ന് നമ്മെ അടിമത്തത്തിൻ്റെ നാട്ടിൽ മാത്രമല്ല, പുറപ്പാട് വഴിയിൽ മാത്രമല്ല, ഇന്ന് ഈ വാഗ്ദത്ത ഭൂമിയിൽ നമ്മുടെ വാസഗേഹങ്ങളിൽ, വാസസ്ഥലങ്ങളിൽ നമ്മളോടൊപ്പം കർമ്മനിരതനായിരിക്കുകയാണ്. ദൈവം നമ്മോടുകൂടെ. പുറപ്പാടുകൾ ഇനി പഴങ്കഥകളല്ല, അനുനിമിഷ സംഭവങ്ങളാണ്. ദാവീദ് ഭവനം വീണ് തകർന്നു പോയി അന്യം നിന്നു പോയെടുത്ത ഒരു ദാവീദ് പുത്രനെ ദൈവം ഉയർത്തുന്ന വഴിയാണ് ഈ പുതുനാമ്പ്. സങ്കീർത്തനം 72 ഒരു ദാവീദ് പുത്രന് വേണ്ടി എഴുതപ്പെട്ട സങ്കീർത്തനമാണ്, സോളമന് വേണ്ടി. എന്നാൽ സോളമൻ അത് കേൾക്കാതെ പോയതുപോലെയാണ് അവൻ്റെ ജീവിത വഴികൾ പിന്നീട് നമ്മൾ കാണുന്നത്. ദാവീദ് ഭവനത്തിൻ്റെ പതനം കനപ്പെട്ടു വരുന്നതും അവൻ്റെ കാലശേഷമാണ്, അവൻ്റെ ചെയ്തികളെ പ്രതി. ഇന്ന് ദൈവദൂതൻ ജോസഫിനെ ദാവീദിൻ്റെ പുത്രൻ എന്നാണല്ലോ വിളിക്കുന്നത്, മത്തായി 1:18 മുതൽ. മാത്രമല്ല ജോസഫ് ഒരു നീതിമാനാണ് എന്നും അവിടെ എടുത്തു പറയുന്നുണ്ട്. ദൈവം നമുക്കെല്ലാം വേണ്ടി ഒരു ദാവീദ് പുത്രനായി നമ്മുടെ ഇടയിൽ വിടരുകയാണ്. സൗമ്യനായ രാജാവ്, എന്നാൽ ദൃഢതയുള്ള രാജകുമാരൻ. യൗസപിതാവിൻ്റെ പ്രവൃത്തികളിൽ നിന്നും പ്രതികരണങ്ങളിൽ നിന്നും അവൻ ഉപരിനീതി, ഹയർ റൈച്ചസ്നെസ് ശീലിച്ചവനാണ് നമ്മൾ കാണുകയാണ്. നിയമത്തെ സ്നേഹത്തിൽ പൂർത്തിയാക്കുന്ന ദൈവനീതിയെ പുണർന്നവൻ. യൗസപിതാവ് പരിശുദ്ധ കന്യകയെ അപമാനിതയാക്കാൻ വിട്ടു നൽകിയില്ല എന്ന് പറയുമ്പോൾ കുടുംബ ബന്ധങ്ങളെ ധ്യാനിച്ചുകൊണ്ട് കർദിനാൾ വോൾട്ടർ കാസ്പർ പറഞ്ഞതോർത്താൽ ക്രിസ്തീയ വിവാഹ ജീവിതം എന്ന് പറയുന്നത് നിയമനിഷ്ഠയല്ല, സുവിശേഷനിഷ്ഠയാണ്. സുവിശേഷം എന്നത് ദൈവം തൻ്റെ കൃപയാൽ നമ്മുടെ ഹൃദയത്തിൽ എഴുതിയ നിയമങ്ങളാണല്ലോ. നവീനമായ നിയമം, മോശയ്ക്ക് നിയമങ്ങൾ നൽകിയ കർത്താവ് നമ്മുടെ ഹൃദയത്തിലും എഴുതിയിട്ടുണ്ട് ഈ നിത്യസനാതനമായ നിയമം, നവീനമായ നിയമം. ജെറമ്യാ 31. വരുന്ന ദിവസങ്ങളിൽ നാം ഇമ്മാനുവേലായ ക്രിസ്തുവിനെ ലെജിഫർ, നിയമം വഹിക്കുന്നവനെന്ന് വിളിക്കുമ്പോൾ ഇത് ചേർത്ത് വായിക്കാവുന്നതാണ്.